ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന് എൻ വിജയകുമാറിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അതിരുവിട്ട് സഹായിക്കാൻ എ പത്മകുമാറിന്റെ നേതൃത്വത്തിൽ ദേവസ്വം മാനുവൽ തിരുത്തി. സാമ്പത്തിക ലാഭം ആഗ്രഹിച്ചാണ് മുൻ ബോർഡംഗങ്ങളായ എൻ വിജയകുമാർ, കെ പി ശങ്കരദാസും എ വിജയകുമാർ കൂട്ടുനിന്നത് എന്നാണ് SIT ആരോപിക്കുന്നത്. കേസിൽ 12 പ്രതികളുണ്ട്. ആ കേസിൽ ഇപ്പോൾ 10 പ്രതികൾ പിടിയിലായിട്ടുണ്ട്. 10ാമത്തെ ആളാണ് എൻ വിജയകുമാർ. വിജയകുമാറിന് ഈ കേസിലെ പങ്ക് എന്ന രീതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ SIT സ്ഥാപിക്കുന്നത് ഇയാൾ ഈ 2019 ദേവസ്വം മാനുവലടക്കം മാറ്റിക്കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 സ്വർണ്ണപ്പാളികൾ അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൈമാറ്റം നടത്തിയത്. ആ സമയത്ത് ദേവസ്വം മാനുവൽ അനുസരിച്ച് സന്നിധാനത്ത് തന്നെ അറ്റകുറ്റപ്പണി നടത്തണമെന്നാണ് ആ ദേവസ്വം മാനുവലിലെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തിരുത്താൻ പത്മകുമാറിനൊപ്പം കൂട്ടുനിന്നു എന്നതാണ് ഇവിടെ എൻ വിജയകുമാർ ചെയ്ത ഏറ്റവും ഗുരുതരമായ, അതായത് ബോർഡിന്റെ ഭാഗത്തുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ച. കാലാകാലങ്ങളായി ശബരിമല സന്നിധാനത്ത് നടപ്പിലാക്കുന്ന ഒരു കാര്യം അത് കൃത്രിമമായി അതിൽ തിരുത്തൽ വരുത്തി ഭേദഗതി, അത് നിയമാനുസരണമുള്ള ഭേദഗതിയല്ല, കൃത്രിമമായി ഇവർ തിരുത്തൽ വരുത്തിക്കൊണ്ടുവന്നു. അതിൽ പത്മകുമാറിന് മാത്രമല്ല, പത്മകുമാറിനൊപ്പം അന്ന് ബോർഡ് അംഗങ്ങളായിട്ടുള്ള ശങ്കരദാസിനും എൻ വിജയകുമാറിന് കൃത്യമായ പങ്കുണ്ടായിരുന്നു. അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറുന്ന ഘട്ടത്തിൽ അത് സ്വർണം പൊതിഞ്ഞതാണെന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായിട്ടും അത് ചെമ്പ് പാളി എന്ന് തന്നെ രേഖപ്പെടുത്തി കൊടുത്തയക്കുമ്പോൾ പത്മകുമാർ പറഞ്ഞിട്ടാണ് താൻ ഒപ്പിട്ടത്, അത് മഹർസറിൽ അടക്കമുള്ള രേഖകൾ ഒപ്പിട്ടതെന്നാണ് വിജയകുമാർ പറയുന്നത്. പക്ഷേ അത്തരം ഒരു ബോർഡ് അംഗത്തിന്റെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും പറഞ്ഞത് കൊണ്ട് ഒപ്പിട്ട് നൽകുക എന്നത് ഒരു ഉത്തരവാദിത്തക്കേടാണ്. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലംഘനം ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്.